120 വർഷത്തിലേറെ പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും അപകട ഭീഷണി ഉയർത്തുന്ന ഡാമുകളിലൊന്ന്. നാം ഒരു ജലദുരന്തത്തെ കാത്തിരിക്കുകയാണോ? എന്താണ് ഡാം ഡീകമ്മീഷൻ? മുല്ലപ്പെരിയാർ ഡാം ജലബോംബെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് ഹൈബി ഈഡൻ. ലോക്സഭയിലും പ്രശ്നമാവുകയാണ് മുല്ലപ്പെരിയാർ. സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ സജീവം. മുല്ലപ്പെരിയാർ ഡാമിന്റെ പഴക്കം തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾക്കും ഭീതിക്കുമുള്ള പ്രധാന കാരണം. 120 വർഷത്തിന് മേൽ പഴക്കമുണ്ട് അതിന്. എന്നാൽ മുല്ലപ്പെരിയാറിനെ മാത്രം പേടിച്ചാൽ മതിയോ? ഇന്ത്യയിൽ 100 വർഷത്തിന് മേൽ പഴക്കമുള്ള എത്ര ഡാമുകൾ ഉണ്ടെന്നറിയാമോ? ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേന്ദ്ര ജലശക്തി വകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യയിൽ 100 വർഷത്തിന് മേൽ പഴക്കമുള്ള 234 വലിയ ഡാമുകളുണ്ട്. ലിബിയയിൽ കഴിഞ്ഞ വർഷം സംഭവിച്ചത് ഓർമ്മയില്ലേ? 2023 സെപ്റ്റംബർ 11. കൊടുങ്കാറ്റിന് പിന്നാലെ ലിബിയയിലെ ഡെർണയിൽ 2 ഡാമുകൾ തകർന്നു. നഗരം തന്നെ തൂത്തെടുത്ത് പ്രളയമുണ്ടായി. അന്നത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അതിന് പിന്നാലെ വന്ന ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് പറഞ്ഞത് മുല്ലപ്പെരിയാർ തകർന്നാൽ ഭൂമുഖത്തു നിന്ന് 35 ലക്ഷം ജനങ്ങൾ തുടച്ചു മാറ്റപ്പെടുമെന്നാണ്. ഇനി മുല്ലപ്പെരിയാറിലേക്ക് വരാം. നിർമ്മാണ കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട്. സുർക്കിയേക്കാൾ 6 ഇരട്ടി ശക്തിയാണ് ഇന്നത്തെ ഡാമുകൾക്ക് ഉപയോഗിക്കുന്ന സിമെന്റുകൾ എന്നാണ് വിദഗ്ധർ പറയുന്നത്. സുർക്കി മിശ്രിതം കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോയേക്കാം. 2 രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും. ഒന്ന്, പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയും. പാറകൾ ഇളകി ഒലിച്ചു പോയേക്കും. പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയും. സിമന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ ബലപ്പെടുത്താനാകുമെന്നും മറുവാദങ്ങളുണ്ട്. ഒരു ഡാമിന്റെ ശരാശരി കാലാവധി 50 വർഷമാണ്. അതിനു മുകളിലേക്ക് പഴക്കം ചെല്ലുമ്പോൾ അപകടത്തിന്റെ തോതും കൂടുന്നു. റിസർവോയറിൽ എക്കലടിയുന്നതും പ്രവർത്തനക്ഷമത കുറയുന്നതുമെല്ലാം നിലനിൽപ്പിന് ഭീഷണിയാകും. അടിക്കടിയുള്ള മഴ, പ്രളയം, കാലാവസ്ഥാ വ്യതിയാനം ഇവയൊക്കെ ഈ അപകട തോതിനെ സ്വാധീനിക്കുന്നു. വയനാട്ടിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. പെട്ടെന്നൊരു രാത്രിയിൽ ഉരുൾപൊട്ടൽ എല്ലാം കവർന്നു. മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ സാധ്യതാ പ്രദേശത്താണ്. കേരളത്തിലാകട്ടെ സമയവും കാലവും തെറ്റി മഴ പെയ്യുന്നത് പതിവായി. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴയെന്ന ശൈലിയിലായി. ഡാമിലേക്ക് കൂടുതൽ ജലം ഒഴുകിയെത്തിയാൽ എന്തു ചെയ്യും? ഈ ചോദ്യമാണ് ജനങ്ങളെ ആശങ്കയിലാക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. കേരളത്തിൽ ഇങ്ങനെ ചർച്ചകൾ നടക്കുന്നതിനിടെ ഡാമിൽ ജലനിരപ്പ് ഉയർന്നാൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ സംബന്ധിച്ച് മുല്ലപ്പെരിയാറിൽ തമിഴ്നാട് പരിശോധന നടത്തി. മധുര സോൺ ജലവിഭവ വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഡാമിന്റെ കാലാവധി കഴിഞ്ഞാൽ, അതിന് കേടുപാടുകൾ പറ്റി നാടിന് അപകട ഭീഷണി ഉയർത്തിയാൽ, അതുമല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച തരത്തിൽ നടക്കാതെ വന്നാൽ, ഉദാഹരണത്തിന് വലിയ തോതിൽ എക്കലടിഞ്ഞ് സംഭരണം കുറഞ്ഞാൽ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഡാം പൊളിച്ചു മാറ്റും, അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാക്കും. ഇതാണ് ഡീകമ്മീഷൻ. ജപ്പാനിലും അമേരിക്കയിലുമെല്ലാം ഇതുപോലെ ഡാമുകൾ വിജയകരമായി ഡീകമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഡീകമ്മീഷൻ രീതി തീരുമാനിക്കുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. ഡാമിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം, സുരക്ഷ, ഇതൊക്കെ വിലയിരുത്തലാണ് ആദ്യപടി. ഇപ്പോൾ വെള്ളം സംഭരിക്കാനുള്ള ശേഷി എത്ര, ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുന്നതാണോ എന്നതും വിലയിരുത്തും. ഭാവിയിലെ ജലവിതരണം, ഇപ്പോൾ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് തുടങ്ങിയവ പഠിക്കും. സാമ്പത്തിക, സാങ്കേതിക, സാമൂഹിക, നിയമവശങ്ങളും പഠിക്കും. ജനങ്ങളുടെ അഭിപ്രായവും കേൾക്കും. ഇതിനൊക്കെ ശേഷമേ ഡാം പൊളിക്കുന്നതിനെ പറ്റിയും പുതിയ ഡാം നിർമ്മിക്കുന്നതിനെ പറ്റിയും തീരുമാനമെടുക്കാനാകൂ. മുല്ലപ്പെരിയാർ ഡാമിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചേക്കാമെന്ന ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നും ഈ വിഷയത്തിൽ സർക്കാർ മുൻപ് സ്വീകരിച്ച സമീപനം തന്നെ തുടരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു അണക്കെട്ട് നിർമ്മിക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം. ഓരോ പ്രകൃതി ദുരന്തങ്ങൾക്കും നാം സാക്ഷിയാകുമ്പോൾ ആശങ്കയും കനക്കുന്നു. ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടത് ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വവും.